എടാ മോനെ, നല്ല അടിപൊളി അവല് കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോ മഴയല്ലേ, മഴക്കാലത്ത് ചായയുടെ കൂടെ തിന്നാൻ പറ്റിയ നല്ല അടിപൊളി ഒരു അവല് വിളയിച്ചത് ഉണ്ടാക്കാം. അവല് വിളയിച്ചോ? പഞ്ചസാര ശർക്കര ഇട്ടിട്ടില്ലേ? പഞ്ചസാര ഇടില്ല, ശർക്കരയും തേങ്ങയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വിളയിച്ചെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ml കപ്പ് കൊണ്ട് 2 കപ്പ് മട്ട അരിയുടെ അവലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പുറമെ 2 കപ്പ് തേങ്ങ ചെറുതായിട്ട് ചിരകി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാനിവിടെ 1.5 കപ്പ് ശർക്കരയാണ് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. പൊടിച്ചെടുത്താലേ വേഗം ഉരുകി കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും, പെട്ടെന്ന് ഉരുകി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ശർക്കര ഒന്ന് പൊടിച്ചിട്ടിടുകയാണെങ്കിൽ വേഗം ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പൊടിച്ചിട്ടിടുന്നത്. ഇനി നമുക്ക് കത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. അങ്ങനെ നമ്മുടെ ശർക്കര നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മക്കളെ, ഈ അവല് വിളയിച്ചത് ഉണ്ടാക്കുമ്പോൾ നെയ്യിൽ തന്നെ ഉണ്ടാക്കണേ, അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്കിതിൽ കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. ഇനി ഇതോടൊപ്പം തന്നെ ഞാനിവിടെ 1/2 കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് കളറായി വരട്ടിട്ടോ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ ഒരു കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം, ഉണക്ക മുന്തിരി. അതുകൂടി ഒന്ന് വീർത്ത് വരട്ട്. അങ്ങനെ നമ്മുടെ മുന്തിരിയൊക്കെ കണ്ടില്ലേ മക്കളെ, ബലൂണ് വീർത്ത പോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് ഈ ചട്ടിയിൽ തന്നെ നമ്മൾ ചിരകി വെച്ച 2 കപ്പ് തേങ്ങ ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. മക്കളെ, നെയ്യിൻ്റെ കളർ മാറിയതൊന്നും നോക്കണ്ട കേട്ടോ. നമ്മൾ അണ്ടിപ്പരിപ്പും കടല മുന്തിരിയൊക്കെ ഇട്ട് വറുത്തെടുത്തതല്ലേ, അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്താലും ഒരു കളർ മാറ്റം വരില്ല. അതേപോലെ തന്നെ നെയ്യും കേട്ടോ. നമ്മുടെ തേങ്ങ വറുവൊന്നും വേണ്ട, ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഒന്ന് തരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് തരിച്ചൊഴിക്കണത് എന്തിനാണെന്നറിയോ മക്കളെ? അതിൽ കല്ലോ കരടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തരിച്ചിട്ട് ഒഴിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ശർക്കരയും തേങ്ങയും പാടെ ഒന്നിച്ച് വരട്ടെ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ തേങ്ങയും ശർക്കരയും ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇനി ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ തേങ്ങയിലൊക്കെ നല്ല ശർക്കര കുടിച്ച് വെച്ചിട്ടുണ്ടാവും. ഇത് കണ്ടില്ലേ മക്കളെ, ഈ ലെവലിൽ വേണം. ഇതോടെ കട്ടിയായി കഴിഞ്ഞാൽ നമ്മുടെ അവലിൽ ശർക്കര പിടിക്കില്ല. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഏലക്കപ്പൊടി വേണ്ടവർ മാത്രം ഇട്ടാൽ മതി കേട്ടോ, ഇഷ്ടമില്ലാത്തവർ ഇടണമെന്ന് നിർബന്ധമില്ല. ഈ ഏലക്കപ്പൊടി ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് മിക്സായി. ഇനി നമുക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ച അവൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് അവലും തേങ്ങയും ശർക്കരയും ഒക്കെ പാടെ കുഴഞ്ഞ് വരട്ടെ. ഇപ്പൊ കണ്ടില്ലേ മക്കളെ, നമ്മുടെ അവല് നന്നായിട്ട് ശർക്കര കുടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ പൊരിച്ച് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കടലയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ വേണം ഇളക്കാൻ. ഈ അവല് നേരം പോലെ വിളയിച്ച് വെച്ചാൽ ഒരാഴ്ച വരെ നമുക്ക് വെച്ചിട്ട് കഴിക്കാം. ഫ്രിഡ്ജിലാണ് വെക്കുകയാണെങ്കിൽ 1 മാസം വരെ ഇരിക്കും കേട്ടോ, കേടുകൂടാതെ.
ഇനി നമ്മളെ അവല് ഇനിയിപ്പോൾ നമ്മുടെ അവലൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഇറക്കി വെക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ അവല് വിളയിച്ചത് കാണാൻ തന്നെ എന്ത് ഭംഗിയാ നോക്കി. അങ്ങനെ അവല് വിളയിച്ചത് കഴിച്ചു നോക്കാം. ഇനി ഞാൻ തിന്നോക്കട്ടെ. ഇതാ അത് ഉണങ്ങി കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആവുണ്ടല്ലോ അമ്മ. ആ എങ്ങനെയുണ്ട്? മഴക്കാലത്ത് കഴിക്കാൻ സൂപ്പർ അല്ലേ? നമ്മളെ ആ കടലൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അടിപൊളി കറുമുറാന്നാ. അയ്യടാ അമ്മ തിന്നണ്ട, ഷുഗറാണ് കേട്ടോ അമ്മക്ക്. എന്നാലും ലേശം തിന്നോ, ലേശം ഞാൻ തരാം. അണ്ടിപ്പരിപ്പ് അത് മതി. ഇവൻ ഷുഗർ എന്ന് പറഞ്ഞ് എൻ്റെ ഷുഗർ കൂട്ടുട്ടോ മക്കളെ. അങ്ങനെ മക്കളെ, മഴക്കാലത്തൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാട്ടോ. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ.